നടൻ ബാലയുടെ മുൻഭാര്യ എന്ന നിലയിലാണ് എലിസബത്ത് ഉദയനെ മലയാളികൾ പരിചയമുള്ളത്. അതിനു മുമ്പും എലിസബത്ത് സമൂഹമാധ്യമങ്ങളിൽ സജീവമായിരുന്നു. 2.5 വർഷത്തോളം മാത്രമാണ് ബാലയുടെ ഒപ്പം ജീവിത പങ്കാളിയായി എലിസബത്ത് ജീവിച്ചിട്ടുള്ളൂ. പിന്നീട് ഫോട്ടോകളിലും വീഡിയോകളിലും ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാതായതോടെ ഇരുവരും പിരിഞ്ഞുവെന്നുള്ള അഭ്യൂഹങ്ങളും പുറത്തുവന്നു. പിന്നീട് ഈ അഭ്യൂഹങ്ങൾ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ച ഇരുവരും അത് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അതിനാൽ വേർപിരിയുന്നതിന് മറ്റ് നിയമ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞതെന്ന് ഇരുവരും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിലാണ് ഡോക്ടറായ എലിസബത്ത് ജോലി ചെയ്യുന്നത്. സമൂഹമാധ്യമങ്ങളിൽ സജീവമായതിനാൽ താരത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും എലിസബത്തിന്റെ എല്ലാ വിശേഷങ്ങളും ആരാധകർ അറിയുന്നുണ്ട്. ഇപ്പോഴിതാ എലിസബത്ത് ഉദയൻ പങ്കുവച്ച ഒരു വീഡിയോയാണ് ചർച്ചയായിരിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണത്തിന്റെയും നാണം കെടുത്തലുകളുടെയും ചില വെളിപ്പെടുത്തലുകളുമായാണ് എലിസബത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. നെഗറ്റീവ് കമന്റുകൾ പോസ്റ്റ് ചെയ്ത് എന്നെ നാണം കെടുത്തുന്നവരോടാണ് എലിസബത്തിന്റെ തുറന്നുപറച്ചിൽ. ഇത്തരത്തിൽ നെഗറ്റീവ് കമന്റുകൾ പോസ്റ്റ് ചെയ്താൽ വീഡിയോ ഇടുന്നത് നിർത്തുമെന്ന് ആരും കരുതേണ്ടെന്നും താൻ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ലെന്നും സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെ എലിസബത്ത് ഉദയൻ പറഞ്ഞു. എനിക്ക് ഓട്ടിസം ആണെന്ന കമന്റ് കണ്ടു. അതൊരു അസുഖമാണ്. അതിനെ നെഗറ്റീവായി കാണുന്നില്ല. പക്ഷെ അതില്ലാത്ത ആളുകൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു പരത്തുന്നത് ശരിയല്ല. അത്തരത്തിലുള്ള കുറേ കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്. പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകളും എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്. അതിനുള്ള യാതൊരു തെളിവുകളോ റിപ്പോർട്ടുകളോ ഇല്ലാതെ പറഞ്ഞു പരത്തുന്നതും കമന്റ് ചെയ്യുന്നതും നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഇനിയും ഒരുപാട് മോശം നെഗറ്റീവ് കമന്റുകളുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് റിപ്പോർട്ടായി പോകും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. ഇനിയും വീഡിയോ പോസ്റ്റ് ചെയ്യും. മാക്സിമം നാണം കെട്ടിട്ടും ചതിക്കപ്പെട്ടിട്ടുമൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. എല്ലാത്തിൻ്റെയും മോശമാവസ്ഥയിൽ നിന്ന് കരകയറി വരികയാണ്. ഇഷ്ടപ്പെട്ട ആളുകൾക്കിടയിൽ തന്നെ നാണം കെടുക, ബോഡി ഷേമിംഗ് തുടങ്ങി എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാത്ത ഏതൊക്കെയോ ഐഡിയകളിൽ നിന്ന് 4 കമന്റുകൾ വന്നെന്ന് കരുതി ഞാൻ വീഡിയോ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആ നാണമെല്ലാം എനിക്ക് പോയി. അതുകൊണ്ട് നാണം കെടുത്തി വീഡിയോ നിർത്താമെന്ന് വിചാരിക്കണ്ട. അതുപോലെ വീട്ടിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ പേടിപ്പിച്ചോ എന്നെ പിന്നോട്ട് കൊണ്ടുവരാൻ നോക്കുകയും വേണ്ട. ഞാൻ ആരെയും ഉപദ്രവിക്കാനും പോകുന്നില്ല. എൻ്റെ കാര്യം നോക്കി എൻ്റെ വഴിക്ക് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഏറ്റവും മോശമായ അവസ്ഥ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയതും ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. നെഗറ്റീവ് കമൻറ്റ് പോസ്റ്റ് ചെയ്യുന്നവർക്ക് പൈസ കിട്ടുന്നുണ്ടാകും. ഈ വീഡിയോയ്ക്ക് താഴെയും നെഗറ്റീവ് കമൻറ്റുകൾ ഇടുക. നിങ്ങൾ എത്ര നാണം കെടുത്തിയാലും വീഡിയോ ഇടും. അത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ ചെയ്യാതിരിക്കുകയുമില്ല.